ശരി, ശ്രീ SJR കുമാർ, ഈ അഭിപ്രായത്തോടുള്ള താങ്കളുടെ പ്രതികരണം. നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ വിഷയം വരുമ്പോൾ അവിടെ യാതൊരു കാരണവശാലും രാഷ്ട്രീയ പരിഗണനകൾ പാടില്ല. നമ്മുടെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെല്ലാം അത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് ശ്രീ ഗുരുമൂർത്തി ഇവിടെ പറഞ്ഞ വിഷയത്തിൽ എങ്ങനെയാണ് കേരളത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതികരിച്ചതെന്നെല്ലാം നമ്മൾ കണ്ടു. അത് ഇന്നും ഇന്നലെയും ഒക്കെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ധാരാളം അഭിപ്രായ പഠനങ്ങൾ നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയവും വിശ്വാസവും തമ്മിൽ, ക്ഷേത്രവിശ്വാസവും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഏതായാലും ശരി, ഹിന്ദുക്കൾക്ക് വിപരീതമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധിക്ക്, അവരുടെ പ്രവർത്തനത്തിന് വിഘടിതമായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അതായത് വിഘടിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, അല്ലെങ്കിൽ മതപരിവർത്തനം തുടങ്ങി ഏത് വിഷയത്തിലായാലും ശരി, യാതൊരു കാരണവശാലും ഇവിടുത്തെ വിശ്വാസി സമൂഹം അത് അംഗീകരിക്കില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, മതപരിവർത്തനത്തിനെ അനുകൂലിക്കുകയോ അതല്ലെങ്കിൽ മതപരിവർത്തനം ചെയ്യുന്നവർക്ക് വേണ്ട ഒത്താശ ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, ഒരു കാരണവശാലും നമ്മൾ ഒരു ഹിന്ദു പ്രസ്ഥാനം അനുവദിക്കില്ല എന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, അത്തരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ശബരിമല വിഷയത്തിൽ തെറ്റിദ്ധരുത്താനുള്ള ബാധ്യത അല്ലെങ്കിൽ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത്തരത്തിൽ ഹൈന്ദവ സമൂഹത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അതായത് ഹിന്ദുക്കൾക്ക് നേരെ എന്ത് നടന്നാലും ആരും ചോദിക്കാനും പറയാനും ഇല്ല, അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളാണ് പ്രധാനം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധരുത്തേണ്ട സമയമായിരിക്കുന്നു. അത്തരത്തിൽ ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല ഒരു ഹിന്ദു പോലും, അതായത് യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾ ആരും തന്നെ സ്വന്തം നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നവരെ അനുകൂലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ ശബരിമലയിൽ മാത്രമല്ല വിശ്വാസങ്ങളുടെ വിഷയത്തിൽ, ഹിന്ദുക്കളുടെ യഥാർത്ഥ വിഷയങ്ങളിൽ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്, സനാതനധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നത്, ഹിന്ദുക്കളുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുന്നത്, അവരെ ആയിരിക്കും തീർച്ചയായിട്ടും ഹിന്ദു സമൂഹം അംഗീകരിക്കുക എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ശബരിമല ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് വന്നാൽ, അവിടെ നടത്തുന്ന ഈ ഇടതുപക്ഷ സർക്കാർ അവർക്കതിന് യാതൊരു വിധത്തിലുള്ള അധികാരമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അംഗീകാരമോ ആ വിഷയത്തിലില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള വിഷയം. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മൾ എതിർക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നേ ദിവസം വരെ, അതായത് 2006 ഈ കേസ് സുപ്രീം കോടതി ആരംഭിച്ച ദിവസം മുതൽ ഇന്നുവരെയും അവർ വ്യത്യസ്തമായ, അതായത് ഒരു കാരണവശാലും ശബരിമലയിൽ ഇത്തരത്തിൽ ഭക്തജനങ്ങൾക്ക് അനുകൂലമായൊരു നിലപാടെടുക്കുകയോ അതല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നവർക്ക് അനുകൂലമായി നിൽക്കുകയോ ചെയ്യുന്ന ഒരു നടപടിയിൽ, ഒരു നിലപാടിൽ അവർക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതായത് അവിശ്വാസികളുടെ ഒരു കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് അവരെ ശബരിമലയിലേക്ക് കെട്ടിയെഴുന്നള്ളിച്ച് വന്ന സർക്കാർ ഭക്തജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ച് അവരെ ലാത്തിച്ചാർജ് കയ്യാമം വെച്ചും മർദ്ദിച്ചും അവശനിലയിലാക്കി സർക്കാർ, കള്ളക്കേസുകൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചവരുടെ പേര് കള്ളക്കേസെടുത്തവർ, ഈ ഇത്തരം വിശ്വാസി സമൂഹത്തിനെതിരെ പ്രവർത്തിച്ച ഒരു സർക്കാർ, അവരെ പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് ഭൂതോദയം ഉണ്ടാകുകയാണ്, ഇത് നടത്താമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു വിഷയത്തിലേക്ക് വീണ്ടും വന്നാൽ, ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മൂലം അവർ ഈ നമ്മുടെ ഇടതുപക്ഷ സഹായത്തിനായിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞ വിഷയം, അവർ വീടാന്തരം നടന്ന് നമുക്ക് തെറ്റുപറ്റി, അതല്ലെങ്കിൽ നമ്മൾ ഭക്തജനങ്ങൾക്ക് അനുകൂലമാണ് എന്നൊക്കെ പറയുകയും ലഘുലേഖകൾ അടിച്ച് വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും, ഇന്നും സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഈ കേരള സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും, ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിലുള്ള ദേവസ്വം ബോർഡും കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ അവർ യുവതീ പ്രവേശനം അനുകൂലമാണെന്നുള്ളതാണ്. നമ്മൾ അടിക്കടി 2019 ശേഷം ഈ മാറ്റമൊക്കെ അവർ കൊണ്ടുവന്നെങ്കിലും അന്നെല്ലാം നമ്മൾ തുടരെ ആവശ്യപ്പെട്ടൊരു വിഷയം, അത്തരത്തിൽ നിങ്ങൾക്കൊരു മാനസിക പരിവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടപടികളിൽ നമ്മളെ കാണിച്ചു തരൂ. ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം നിങ്ങൾ മാറ്റൂ. നിങ്ങൾ പറയുകയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി, തെറ്റുപറ്റിയെന്ന് പറയണ്ട, ഞങ്ങൾ ഭക്തജനങ്ങളുടെ കൂടാണ്, ഈ ആചാരലംഘനത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് പറയണമായിരുന്നു. പക്ഷേ ഇന്നും ആ സത്യവാങ്മൂലം അവിടെ നിലനിൽക്കുന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ അവിശ്വാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ അത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ, അതായത് ഭക്തജനങ്ങളെയും അതുപോലെ അയ്യപ്പനെ തന്നെ അവഹേളിക്കുന്നതായിട്ടുള്ള പല ആളുകളെയും അവിടെ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നതായിട്ടൊരു സർക്കാരിനെ ഒരു കാരണവശാലും ഇത് നടത്താൻ സമ്മതിക്കില്ല.
അവർക്ക് അതിനുള്ള അവകാശമില്ല, അധികാരമില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ എടുക്കുമ്പോൾ. അത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലല്ല, അത് നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ട വിഷയമാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ ഈ നമ്മുടെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ മറ്റൊരു വിഷയമാണ്. അദ്ദേഹം പറഞ്ഞ ഭക്തജനങ്ങളുടെ വിഷയത്തിലേക്ക് വന്നപ്പം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ വിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ അത്തരത്തിലൊരു നടപടി എടുത്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സുപ്രീം കോടതി ആവശ്യപ്പെട്ടു പോലും അതായത് അവകാശങ്ങൾ നടത്തണം, ഒരു കാരണവശാലും ഈ പറയുന്ന രേഖകളിൽ, അതായത് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിൻ്റെ ഒരു വിധിയിലും ഒരു പേജിൽ, ആ വിധിയുടെ ഒരു പേജിൽ പോലും അവകാശ ലംഘനം നടത്തണം എന്നൊരു വാചകമില്ല. അത് നമ്മൾ പ്രത്യേകം കാണേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് കേരള സർക്കാർ ട്രസ്റ്റിയാണെന്ന്. അത്തരത്തിൽ ഭരണഘടന അനുസരിച്ച് ഒരു കാരണവശാലും ഏതെങ്കിലും മതത്തിൻ്റെ കാര്യം നോക്കാനായിട്ട് ഭാരതത്തിലെ ഒരു സർക്കാരിന് അവകാശമില്ല എന്നുള്ള ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ട് അവർ പണം ചെലവഴിക്കാൻ പാടില്ല. ഈ ശബരിമല തന്നെ കേസിലുണ്ടായ ഒരു വിഷയം, ഈ പറഞ്ഞ ശബരിമലയ്ക്ക് വേണ്ടി കേരള സർക്കാർ ചില പണം ചെലവഴിക്കുന്നു എന്നൊക്കെ അവകാശമായിരുന്നു. പക്ഷേ നമ്മളത് കണ്ടത് അതിന് മുമ്പ് ഈ നമ്മുടെ മറ്റേ തിരുവിതാംകൂർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു അവകാശം, ആനുവിറ്റി എന്നാണ് എനിക്ക് പറയാറ്, ആനുവിറ്റി കൊടുത്ത് കണ്ടിന്യൂ ചെയ്യണമെന്നൊരു കാര്യം നമ്മുടെ ഈ കവനൻറ്റിൽ എഴുതി ചേർത്തുകൊണ്ട് ആ ഒരു ബാധ്യത സർക്കാരിന് വന്നു. അതായത് ലക്ഷോപലക്ഷം കോടാനുകോടി ഏക്കർ ഭൂമികളും സ്വത്തുക്കളെല്ലാം ഏറ്റെടുത്ത 1811 മൺട്രോ സാഹിബിൻ്റെ ഒരു ഉത്തരവ് വഴി സർക്കാർ ഏറ്റെടുത്തപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കാത്തതിൻ്റെ പരിഹാരമായിട്ട് നടന്ന ചർച്ചയും അതിനുശേഷം നടന്നൊരു കമ്മീഷൻ്റെ ഉത്തരവിൻ്റെ പ്രകാരമാണ് അത്തരത്തിൽ ഒരു ആനുവിറ്റി കൊടുക്കാനായിട്ട് തീരുമാനിച്ചതും. അതുകൊണ്ട് അത് ഈ ക്ഷേത്രങ്ങളുടെ അവകാശമാണ്, അവർക്ക് നഷ്ടപ്പെട്ട ഭൂമിയുടെ പലിശ പോലും ആവുന്നില്ല, ചെറിയൊരു അവകാശത്തിനാണ്. അതുകൊണ്ട് അതൊരിക്കലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നല്ല. അതായത് സർക്കാരിൻ്റെ തരത്തിൽ അത്തരത്തിലൊരു നീക്കമാണെങ്കിൽ അത് പബ്ലിക് പ്രോപ്പർട്ടിയായിട്ട് മാറപ്പെടും. അതൊരിക്കലും ഒരു സമുദായത്തിൻ്റെ, സമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ആരാധനാ കേന്ദ്രമായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും കേരള സർക്കാരിന് ഈ വിഷയത്തിൽ അങ്ങനെ ഇടപെടാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പള്ളിപ്പെരുന്നാൾ നടക്കാത്തത്? ചന്ദ്രക്കോടം എന്നാൽ പിന്നെ അതെല്ലാം നടത്തട്ടെ. ഈ ശബരിമലയിലെ പമ്പായുടെ അവിടെ പോയിട്ട് ഇത്തരത്തിലൊരു സമ്മേളനം നടത്തുന്നുണ്ട്. നിങ്ങൾ ഈ കേരളത്തിലുള്ള പ്രധാന പള്ളികളുടെ മുന്നിലും മുസ്ലിംകളുടെ മുന്നിലും ഒക്കെ നിങ്ങൾ സമ്മേളനം നടത്തൂ, എന്നിട്ട് പറയൂ. അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതുകൊണ്ട് ഹിന്ദുക്കളുടെ മേലെ എന്തും ചെയ്യാം, അതാരും ചോദിക്കാനില്ല എന്നുള്ള തെറ്റിദ്ധാരണയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, 2018 അതിശക്തമായ രീതിയിൽ പ്രക്ഷോഭം നടത്തിയത് ഈ വികാരം, മതവികാരത്തിലല്ല, അത് ഈശ്വര വിശ്വാസത്തെ തൊട്ട് കളിച്ചപ്പോഴാണ്. ഏതാണ്ട് അതേപോലെ നല്ലുള്ള നീക്കങ്ങൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കും. അവിടെ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിഘടിത ചിന്തയും ഉണ്ടാവില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസം ഒന്നിച്ച് നിൽക്കും. അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രഹസനം ഇനിയെങ്കിലും കാണിക്കാതിരിക്കുക. ഇലക്ഷന് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നതെങ്കിൽ അതിന് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല 3000 പേരെ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കും, ഈ സർക്കാരിൻ്റെ ഇതുവരെയുള്ള നടപടികളുടെ നമ്മൾ കാണുന്ന ഓരോ ഹിന്ദുവും അല്ലെ ഓരോ ഭക്തനും അവിടെ എത്തില്ല ഒരു കാരണവശാലും. കാരണം ഈ സർക്കാരിനെ ഒരു കാരണവശാലും ഒരു ഭക്തന് വിശ്വസിക്കാൻ സാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നും സത്യവാങ്മൂലം മാറ്റാത്ത സർക്കാരാണ്. ഇന്നും ഹിന്ദുക്കൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആയിരക്കണക്കിന് കേസുകൾ നമ്മൾ നേരിടുകയാണ്, കള്ളക്കേസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും യാതൊരു കാരണവശാലും ഈ സംഗമത്തിൽ ഭക്തജനങ്ങൾ ആയിരിക്കില്ല വരുന്നത്. ഈ മതിൽ കെട്ടാൻ വന്നവരും അതല്ലെങ്കിൽ അവർ ശബരിമലയിലേക്ക് കെട്ടിഘോഷിച്ചുകൊണ്ട് വന്ന ആളുകളെ പോലുള്ളവരുടെ സംഗമമായിരിക്കും നടക്കുന്നത്. അത്തരത്തിൽ ഒരു വികൃതമായിട്ടുള്ള സംഗമം ഈ വിശുദ്ധമായ ക്ഷേത്ര സന്നിധിയിൽ നടത്താനായിട്ട് യാതൊരു കാരണവശാലും സമ്മതിക്കില്ല. ശരി.